മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ ശബരിമലയിൽ വീണ്ടും തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയിലും സന്നിധാനത്തു നിന്നും മരക്കൂട്ടം വരെ ഭക്തരുടെ നീണ്ട നിരയുണ്ടായി. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യം വന്നതോടെ ചില ഭക്തർ പോലീസുകാരോട് കയർത്തു. തിരക്ക് നിയന്ത്രിക്കാനായി അധികമായി പോലീസിനെ വിന്യസിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം പ്രസാദ്, ഇപ്പോഴും തിരക്ക് അങ്ങനെ തന്നെ തുടരുകയാണോ? എന്താണ് സന്നിധാനത്തെ ഏറ്റവും പുതിയ വിശേഷം? ഇനി മണ്ഡല മഹോത്സവത്തിന് 7 നാൾ കൂടി മാത്രമേ ഉള്ളൂ. സന്നിധാനത്തെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത ഒരു 1.5 ആഴ്ചത്തേക്ക് ഉള്ള ബുക്കിംഗ്, അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കം 90,000-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാനനപാതയിലൂടെയും പാണ്ടിത്താവളത്തിലെയും മറ്റും എത്തുന്ന യാത്രക്കാരുടെ എണ്ണം കൂടിയാകുമ്പോൾ വലിയ ഒരു തിരക്ക് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ്. രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറക്കുമ്പോൾ ഇപ്പോൾ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 31,000-ലധികം ആളുകളാണ് 18-ാം പടി നിലവിൽ ഇപ്പോൾ ചവിട്ടി കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ ക്യൂ പറയുകയാണെങ്കിൽ സന്നിധാനം മുതൽ ഏകദേശം ശരംകുത്തിയും കടന്ന് അപ്പാച്ചിമേടിലേക്ക് അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ക്യൂ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അതും പോലീസ് അതിവേഗം തന്നെ ആക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകളെ ഇറക്കിയെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് അധികം ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ മറ്റിടങ്ങളിൽ, അതായത് ഈ നിലയ്ക്കലും പമ്പയും അല്ലാതെ മറ്റ് ഇടത്താവളങ്ങളിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പ്രധാനമായിട്ടും ഈ അയ്യപ്പ വാഹനങ്ങൾ ഈ പറയുന്ന ഇടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അവിടെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് 18-ാം പടിക്ക് പുറത്തുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെയും ഒരു വലിയൊരു നിര ഭക്തരുടെ കാണാം. അതായത് പുലർച്ചെ മുതൽ പമ്പയിൽ നിന്നും പുറപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ക്യൂ ആയിട്ട് എത്തി നിൽക്കുന്നത്. കന്യാസ്വാമി മുതൽ വലിയ പെരിയസ്വാമി വരെയുള്ള ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ഒരു വലിയൊരു തിരക്കിലേക്ക് വീണ്ടും ശബരിമല എത്തി നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരക്കും ചില അനിഷ്ട സംഭവങ്ങളുമൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു നിയന്ത്രണം എന്ന രീതിയിൽ തന്നെയാണ് പോലീസും ഇടപെടുന്നത്. ഇന്നലെ രാത്രിയും മറ്റുമൊക്കെ അപ്പാച്ചിമേട്ടിലൊക്കെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുകയും തുടർന്ന് പോലീസിനോട് ഭക്തർ കയർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കും എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 500ഓളം പോലീസുകാരെ കൂടി ഈ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ഉൾപ്പെടുത്തും. 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 10 യൂണിറ്റുകളായി തിരിച്ചാണ് ഇവരെ ഡ്യൂട്ടിക്ക് വിന്യസിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ 18-ാം പടിക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ ഏകദേശം വലിയ നടപ്പന്തൽ ഉൾപ്പെടെ കവിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ക്യൂ അങ്ങ് ചെല്ലുന്നത് ഈ മരക്കൂട്ടം വരെയുണ്ട്. അതായത് ശബരിപീഠവും പിന്നിട്ട് മരക്കൂട്ടവും ഇന്നലെ അപ്പാച്ചിമേട് വരെയൊക്കെ ക്യൂ ഉണ്ടായിരുന്നു. ഇന്നും അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒറ്റ കാര്യം, അതായത് ആവശ്യത്തിന് വാഹന സൗകര്യം ഉണ്ടോ? അതായത് KSRTC അടക്കമുള്ള ദീർഘദൂര സർവീസുകൾ ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ തന്നെ ഈ തിരക്ക് കാരണം റോഡ് ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങളുണ്ടോ? അത് കൃത്യസമയത്ത് വാഹന സൗകര്യം കിട്ടാതെ അയ്യപ്പന്മാർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? അതായത് ഈ നിലയ്ക്കലിൽ നിന്നും പ്രധാനമായിട്ടും KSRTC സർവീസുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പമ്പയിലേക്ക് മറ്റ് വാഹനങ്ങളും തന്നെ കടത്തിവിടുന്നില്ല. കാരണം പമ്പയിൽ അത്രയേറെ വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ KSRTC കാര്യമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ ഇടവേളകളിൽ ഓരോ ബസ്സും സ്പെഷ്യൽ ബസ്സുകളുണ്ട്. ഈ സ്പെഷ്യൽ ബസ്സുകൾ ഈ പമ്പയിൽ വന്ന് പിടിക്കുകയും ഈ ബസ് നിറയുന്നതനുസരിച്ച് ഈ നിലയ്ക്കലേക്കും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലേക്കും ദീർഘദൂര സർവീസുകളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ ഒരു വലിയൊരു വാഹന ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതായത് നിലയ്ക്കലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പമ്പയും അല്ലാതെ മറ്റ് ഇടത്താവളങ്ങളിൽ ഈ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ തടഞ്ഞ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വരുന്ന മണ്ഡല മഹോത്സവം അതോടൊപ്പം തന്നെ ഈ
തിരക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അത് മുൻകൂട്ടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ ഈ ശബരിമല സന്നിധാനത്തടക്കം വിന്യസിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ ഈ സന്നിധാനത്തിന്റെ സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 2000-ലധികം വരുന്ന പോലീസുകാർ, അതുകൂടാതെ മറ്റ് സേനാ വിഭാഗങ്ങളിലടക്കമുള്ള ആളുകൾ ഏകദേശം 2000-ഓളം തന്നെ സന്നിധാനത്തുണ്ടാകും. അതോടൊപ്പം തന്നെ ഇനി മകരവിളക്ക് മഹോത്സവം കൂടി വരികയാണ്. ഈ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടതാണ് വലിയൊരു തീർത്ഥാടകരുടെ തിരക്ക് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും 90,000-ന് മുകളിൽ ഏകദേശം ജനുവരി 11 വരെയുള്ള കണക്കനുസരിച്ച് വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായിട്ടും തീർന്നിരിക്കുകയാണ് എന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ശരി ശ്യാം പ്രസാദ്.